സോ ഓൾ ഓഫ് എന്ന് പറഞ്ഞ ബട്ടണിൽ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ടനും ആ സമയത്ത് ക്ലോസ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് റൂമിൽ നിന്ന് പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് പോകാനും അല്ലെങ്കിൽ നമ്മൾ ജോലിക്കൊക്കെ ആയിട്ട് ഇറങ്ങി പോകുമ്പോൾ സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും നമുക്ക് ഇതേപോലുള്ള കസ്റ്റമൈസ് ചെയ്തുള്ള ഓട്ടോമേഷൻ സ്വിച്ചിലൂടെ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സ്കൈലൈൻ SFS കോട്ടയത്തുള്ള ട്രാൻക്വിൽ എന്ന് പറഞ്ഞ പ്രോജക്ട്സിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ അജയ് സാറിൻ്റെ വീട്ടിൽ ഫുള്ളി ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ വീഡിയോ ഡോർ ഫോൺ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഡോർ ഫോണിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ നമുക്ക് മോണിറ്ററിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വീട്ടിലില്ലാത്തൊരു സാഹചര്യത്തിലാണ് ആരെങ്കിലും വരുന്നതെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്പിൽ ആ വന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസും അയാളോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കും. സോ നമുക്കിവിടെ നിന്ന് എൻ്റർ ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ റിങ് ചെയ്യുന്നുണ്ട്. റിങ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തവിടെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ടാവും. നമ്മുടെ ഇൻസൈഡിൽ നിന്ന് നമുക്ക് പെർമിഷൻ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഇവിടെ നമ്മളൊരു സെൻസർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്ലാറ്റിലേക്ക് രാത്രിയിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുമ്പം നമ്മൾ ലൈറ്റ് തപ്പാനും പോകേണ്ട ആവശ്യമില്ല. രാത്രിയിൽ ഇരുട്ടത്ത് വരുമ്പോൾ വീടിനകത്ത് ഇരുട്ടായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ നമുക്കിത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇവിടെ നമ്മൾ കയറി വരുന്ന ഫോർമൽ ലിവിങ് റൂമിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫുള്ളി എൻഗ്രേവ് ചെയ്തിട്ടുള്ള സ്വിച്ചസ് ആണ്. നമുക്ക് ഓരോ ബട്ടൺസും എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കട്ടൺസ് വർക്ക് ചെയ്യണമെങ്കിൽ കട്ടൺ മോട്ടറിൻ്റെ ഫങ്ഷൻസിന് വേണ്ടി നമ്മൾ എൻഗ്രേവ് ചെയ്ത ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. സോ അതേപോലെ തന്നെ നമ്മൾ ഫാനിൻ്റെ ഐക്കൺസ് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മളിവിടെ പലതരത്തിലുള്ള ലൈറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ട്രാക്ക് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെപ്പോഴും നമ്മളെ വീടുകളിൽ എക്സ്പെഷ്യലി ഗസ്റ്റ് റൂമിലൊക്കെ പലതരത്തിൽ കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. പക്ഷേ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഓട്ടോമേഷൻ സ്വിച്ചിൽ ഒരു കോംപ്ലിക്കേഷനും വരാത്ത രീതിയിൽ എല്ലാം കസ്റ്റമൈസ് ചെയ്ത് എൻഗ്രേവ് ചെയ്തിട്ടുള്ള സ്വിച്ചസ് ആണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ പ്രായമുള്ളവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വീട്ടിലോട്ട് വരുന്നൊരു ഗസ്റ്റിനാണെങ്കിലും യൂസ് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. ഇത് ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഒരു 2 മോഡ്യൂൾ സ്വിച്ച് ബോക്സിൽ നമുക്ക് 9 ബട്ടൺസ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ലാസ്റ്റ് ബട്ടൺ കൊടുത്തിരിക്കുന്ന ഓൾ ഓഫ് എന്ന് പറഞ്ഞൊരു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഓൾ ഓഫ് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ റൂമിലുള്ള എല്ലാ ലൈറ്റ്സും ഫാനും എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്തോളും. അപ്പോൾ ഇവിടെ നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കട്ടൺ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നതാണ്. റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ കട്ടൺ സെപ്പറേറ്റ് പോയി ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഓൾ ഓഫ് എന്ന് പറഞ്ഞ ബട്ടണിൽ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ടണും ആ സമയത്ത് ക്ലോസ് ചെയ്തോളും. അപ്പോൾ നമുക്ക് റൂമിൽ നിന്ന് പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് പോകാനും അല്ലെങ്കിൽ നമ്മൾ ജോലിക്കൊക്കെ ആയിട്ട് ഇറങ്ങി പോകുമ്പോൾ സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും നമുക്ക് ഇതേപോലുള്ള കസ്റ്റമൈസ് ചെയ്തുള്ള ഓട്ടോമേഷൻ സ്വിച്ചിലൂടെ സാധിക്കുന്നതാണ്. ഇവിടെ ഈ വീട്ടിലെ ഒരു റീഡിംഗ് റൂമുണ്ട്. സോ ഇന്ന് വളരെ കുറച്ച് വീടുകളിൽ കാണുന്ന സ്ഥലമാണ്, പക്ഷേ വളരെയധികം ബുക്സുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വൈറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് സ്വിച്ചസ് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ നമ്മൾ ലിവിങ് റൂമിൽ നിന്ന് കണ്ടതിൽ നിന്ന് സ്വിച്ചിൽ ഡിഫറൻസ് ഉള്ളത് ഇത് പുഷ് ടൈപ്പ് സ്വിച്ചസ് ആണ്. എന്നാൽ നമുക്ക് 8 ബട്ടൺസ് വരുന്നതാണ്. ഇവിടെ നമുക്ക് ഓരോ സ്വിച്ചിനും എന്താണ് ഐക്കൺസ് നമ്മളിതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഏത് ലൈറ്റാണോ ലൈറ്റിൻ്റെ ജസ്റ്റ് എംബ്ലം ലിങ്ക്ഡ് ആണ്. ഫാൻ ആണെങ്കിൽ ഫാൻ്റെ എംബ്ലം ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് സീൻസുകൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീഡ് ചെയ്യുന്ന റൂം ആയതുകൊണ്ട് നമുക്ക് വെളിച്ചം നന്നായിട്ട് വേണം. ആ സമയത്തേക്ക് റീഡിംഗ് മോഡ് നമുക്കിവിടെ പ്രസ് കഴിഞ്ഞാൽ അത്രയും ലൈറ്റ്സ് നമുക്കിവിടെ ഓപ്പൺ ആവും. ഈ റൂമിൽ കട്ടൺസ് നമ്മൾ മോട്ടറൈസ് ചെയ്തിട്ടുണ്ട്. ഈ കട്ടൺ മോട്ടർ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ കട്ടൺസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടൺ മോട്ടർ വർക്ക് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് ഈ റൂമിൽ എല്ലാ ലൈറ്റ്സും ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പം എക്സിറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓൾ ഓഫ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് എല്ലാം ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തുള്ള സ്വിച്ചസ് ചെയ്യാന്നുള്ളതും യൂസർ ഫ്രണ്ട്ലി ആക്കി കൊണ്ടുവരാമെന്നുള്ളതും വയേർഡ് ആയിട്ടുള്ള ഓട്ടോമേഷൻസിൻ്റെ വളരെ മേജർ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ. ഇനി നമ്മൾ ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയും ബെഡ്റൂമിൻ്റെ ഏരിയയിലേക്ക് നമുക്കൊന്ന് പോവാം. സോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ ഡൈനിങ് വിത്ത് ഫോർമൽ ലിവിങ്ങിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമേഷൻ സ്വിച്ച് ചെയ്തിട്ടുള്ളത് ഈ ഏരിയയിലാണ്. ഇവിടെ നമുക്ക് ഓട്ടോമേഷൻ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഡോർ ഫോൺ നമ്മൾ മുമ്പേ കണ്ടിരുന്നില്ല, ആ വീഡിയോ ഡോർ ഫോണിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഏരിയ ഈ ഏരിയയിലായതുകൊണ്ടാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഗ്ലാസ് ഫിനിഷ് ആയിട്ടുള്ള സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോ ഡോർ ഫോൺ ഡിസ്പ്ലേയിൽ തന്നെ നമ്മൾ ഓട്ടോമേഷൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിൽ നോക്കിയാൽ കാണാം. സോ നമ്മുടെ എല്ലാ റൂമിൻ്റെയും ഫങ്ഷൻസ് നമുക്കിവിടെ അറിയാൻ പറ്റും. ഇപ്പം ഫോർമൽ ലിവിങ് ആണെങ്കിൽ ഫോർമൽ ലിവിങ്ങിൽ ലൈറ്റ് ഫാൻ ഓൺ ആണോ ഓഫ് ആണോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഇൻ കേസ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഫോർമൽ ലിവിങ്ങിൽ ലൈറ്റ് കൺട്രോൾ ചെയ്യാനും ഫാൻ
ഫാൻ ഓൺ ആക്കാനും ഒക്കെ ഇവിടെ തന്നെ ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് നമ്മൾക്കൊരു സെൻട്രൽ കൺട്രോളറായിട്ട് നമുക്ക് ഈ ഡിസ്പ്ലേ യൂണിറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ എല്ലാ റൂമുകളും നമുക്ക് ഇതൊക്കെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബെഡ്റൂമുകളായിക്കോട്ടെ, ഡൈനിങ് ഹോൾ ആയിക്കോട്ടെ, കിച്ചൺ ആയിരിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ ഓട്ടോമേഷൻ എവിടെയൊക്കെയാണോ ചെയ്തിരിക്കുന്നത് അതെല്ലാം നമ്മുടെ ഈ സിംഗിൾ വിൻഡോയിൽ കിട്ടും. അതാണ് നമ്മളുടെ ഒരു ഓട്ടോമേഷൻ ചെയ്യുന്നതിനുള്ള വളരെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്പ്ലേയിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫങ്ഷൻസും നമ്മുടെ മൊബൈൽ ആപ്പിലും കിട്ടും. ദാറ്റ് മീൻസ് നമ്മുടെ മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ലോകത്ത് എവിടെയാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫാൻ ഓണായി കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കർട്ടൻസ് ഓപ്പൺ ചെയ്യണം, ഇതൊക്കെ നമുക്ക് മൊബൈൽ ത്രൂ തന്നെ ചെയ്യാൻ സാധിക്കും. ഈ അപ്പാർട്ട്മെൻറ്റിലെ എൻ്റയർ ഏരിയ സെൻട്രലൈസ്ഡ് AC യിൽ കൺട്രോൾ ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ബെഡ്റൂമുകളിലെ AC-യും ഡൈനിങ് റൂമിലെയും കിച്ചണിലെയും എല്ലാം AC സെൻട്രലൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ്. അവിടെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, നമ്മുടെ ഈ കൺട്രോൾ യൂണിറ്റിൽ തന്നെ ഡിസ്പ്ലേ യൂണിറ്റ് നമുക്ക് അറിയാൻ സാധിക്കും AC ഏതൊക്കെ റൂമുകളിൽ ഓണാണ്, അതിൻ്റെ ടെമ്പറേച്ചർ എല്ലാം നമുക്ക് ഇവിടെ നിന്നിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ രാത്രി കിടക്കാൻ പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ AC ഓൺ ആക്കാനും അല്ലെങ്കിൽ ആ റൂമിൻ്റെ ടെമ്പറേച്ചറൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ വേറൊരു ബെനിഫിറ്റ്, നമുക്ക് എല്ലാ റൂമിലെ AC ഒരുമിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഇവിടുന്ന് ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ റൂം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ സിംഗിൾ വിൻഡോയിലൂടെ സാധിക്കും. അത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമ്മുടെ ഇത്രയും വലിയൊരു വീട് വരുമ്പോൾ ആ വീട്ടിൽ ചിലപ്പം AC-യുടെ ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്യാനും AC ഓൺ ആക്കാനും ഒക്കെ പല റിമോട്ടുകൾ തപ്പി നടക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബെഡ്റൂമിലാണ്, കിഡ്സിൻ്റെ ബെഡ്റൂമിലാണ്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മളിവിടെ ഓട്ടോമേഷൻ സ്വിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വൈറ്റ് തീമിൽ തന്നെയാണ് സ്വിച്ച് സെലക്ട് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ എല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഐക്കൺസ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിവിടെ കുട്ടികൾക്ക് രാത്രിയിൽ കിടന്നിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അലക്സയുടെ വോയിസ് കമാൻഡ് ഡിവൈസോടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സോ വോയിസ് കമാൻഡ് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലൈറ്റ് ഓൺ ആവാനുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം കുട്ടികളാകുമ്പോൾ രാത്രി എണീറ്റ് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ കുറച്ച് എളുപ്പമുണ്ടാവും, വോയിസ് കമാൻഡ് പറയാൻ എളുപ്പമുണ്ടല്ലോ. Alexa, please turn on bedroom 3 fan. Okay. Alexa, please turn off bedroom 3 fan. Okay. ഇതുപോലെ നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റുകൾ ഫുള്ളി ഓട്ടോമേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സെൻട്രലൈസ്ഡ് AC ആണെങ്കിലും, സ്പ്ലിറ്റ് AC ആണെങ്കിലും, കട്ടൺ മോട്ടേഴ്സ് ആണെങ്കിലും, ലൈറ്റിംഗ് സൊല്യൂഷൻസ് ആണെങ്കിലും എന്തിനും നിങ്ങൾക്ക് സിഗ്നറ്റ് ഐഡിയെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടെക്നിക്കൽ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും.